കൊച്ചി വൈപ്പിൻ ഗോശ്രീ ജംഗ്ഷനിൽ മത്സ്യക്കച്ചവടക്കാരുടെ താൽക്കാലിക സ്റ്റാളുകൾ പൊളിച്ചു നീക്കി. ജിഡയുടെ ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ചെന്ന പേരിലാണ് 5ഓളം വരുന്ന മത്സ്യ സ്റ്റാളുകൾ പൊളിച്ചു നീക്കിയത്. തട്ടുകടകളിലെ മത്സ്യക്കച്ചവടം ഇന്നും കൂടി തുടരാം. ബദൽ മാർഗമൊരുക്കാതെ തട്ടുകൾ നീക്കം ചെയ്യുന്നതിൽ പ്രതിഷേധിച്ച മത്സ്യത്തൊഴിലാളികൾ രംഗത്തെത്തി. പ്രായമായ അമ്മച്ചിയുണ്ട്, ഈ ഇവരൊക്കെ അരി മേടിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാരാണ്. അല്ലാണ്ട് ഞങ്ങൾ ഇവിടുന്ന് കിട്ടുന്നത് കൊണ്ട് മാളിക വെച്ച് താമസിക്കുന്ന ആൾക്കാരൊന്നുമല്ല. ഈ ഒരു കുടന്റെ കീഴിലാണ് ഞങ്ങൾ കച്ചവടം ചെയ്യുന്നത്. ഞങ്ങൾ ഈ ഒരു കുടന്റെ കീഴിൽ മഴ വരുമ്പോഴും കാറ്റ് വരുമ്പോഴും വെയിൽ വരുമ്പോഴും എല്ലാം ഈ ഒരു കുടന്റെ കീഴിൽ നിന്ന് ഞങ്ങൾ കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ്. ഗോശ്രീ ദ്വീപ് വികസന അതോറിറ്റി ജീവനക്കാർ, എളങ്കുന്നപ്പുഴ പഞ്ചായത്ത് അധികൃതർ, ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം എന്നിവരടങ്ങുന്ന സംഘം രാവിലെ 7:30 സ്ഥലത്തെത്തിയാണ് ഗോശ്രീ ജംഗ്ഷനിലെ ഹാർബറിന് പുറത്തെ താൽക്കാലിക മത്സ്യ സ്റ്റോളുകൾ പൊളിച്ചത്. തെർമോകോൾ പെട്ടികൾ നിരത്തി കച്ചവടം നടത്തുന്ന മത്സ്യ കച്ചവടക്കാരെയും നീക്കുമെന്നായതോടെയായിരുന്നു പ്രതിഷേധം. ഹാർബറിലേക്കുള്ള വഴിക്ക് തടസ്സമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജിഡയുടെ ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ചെന്ന പേരിൽ താൽക്കാലിക മത്സ്യ സ്റ്റോളുകളും തട്ടുകളും പൊളിച്ചു നീക്കുവാനുള്ള തീരുമാനം. അതേസമയം ഹാർബറിന് പുറത്ത് പെട്ടികൾ നിർത്തി കച്ചവടം ചെയ്യുന്ന തങ്ങൾക്ക് ബദൽ സൗകര്യങ്ങൾ ഒരുക്കാതെയുള്ള പൊളിക്കൽ നടപടികൾ അംഗീകരിക്കാനാകില്ലെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ നിലപാട്. ജിഡന്റെ പ്രോപ്പർട്ടിയിൽ ഞങ്ങൾക്ക് സ്റ്റാൾ പണിതരാം, പഞ്ചായത്ത് മുഖേന സ്റ്റാൾ പണിതരാം. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു റെന്റ് നിങ്ങൾ പഞ്ചായത്തിലേക്ക് എത്തിച്ചാൽ മതി എന്ന് പറയും. ഞങ്ങൾ എല്ലാവരും ഓക്കെ പറഞ്ഞതുമാണ്. ഞങ്ങൾ എല്ലാം സഹിച്ചത്. പഞ്ചായത്തും കൈയൊഴിഞ്ഞ് ജിഡയും കൈയൊഴിഞ്ഞു. കച്ചവടം ചെയ്യാൻ ഞങ്ങൾ ഇവിടുന്ന് മാറില്ല. ഈ ഒരു കുടന്റെ കീഴിലാണ് ഞങ്ങൾ കച്ചവടം ചെയ്യണം. വെയിൽ വന്നാലും മഴ വന്നാലും ഞങ്ങൾ അതിന്റെ മേളിൽ നിന്നാണ് ഞങ്ങൾ കച്ചവടം ചെയ്യണം. കാരണം ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല. ഞങ്ങൾ കുഞ്ഞുമക്കളായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഗവൺമെന്റ് ഞങ്ങൾക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി തന്നെ. മീൻതട്ടുകൾ സ്വമേധയാ പൊളിച്ചു നീക്കാൻ കച്ചവടക്കാർക്ക് ഇന്ന് സാവകാശം നൽകിയിട്ടുണ്ട്. ഇവർക്ക് ബദൽ സംവിധാനം ഏർപ്പെടുത്തുവാനും ആലോചനയുണ്ട്. ഹൈക്കോടതി വിധിയെ തുടർന്നാണ് പൊളിച്ചു മാറ്റാൻ എത്തിയതെന്ന് ജിഡ ഉദ്യോഗസ്ഥരും വിശദീകരിച്ചു. ജനം, കൊച്ചി.